ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ റൂമിൽ ഒരു മൂലൊക്കെ പോയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ അടുത്തേക്ക് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി വരുന്നുണ്ട്. ദേവിയെടുത്ത് സത്യങ്ങളൊക്കെ ഞങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. ദേവിയെടുത്ത് എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്വന്തമായിട്ട് ഒളിപ്പിച്ചത്? ഞങ്ങൾക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ദേവിയെടുത്ത് സഹായിക്കില്ലായിരുന്നോ എന്ന് മിത്രയും മീനാക്ഷിയും പറയുമ്പോൾ ദേവി പൊട്ടിക്കരഞ്ഞു പറയുന്നുണ്ട്, എനിക്ക് പറയണമെന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പിന്നെ എന്നെ വെറുക്കോ എന്നെ സ്നേഹിക്കാതിരിക്കോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ അമ്മയും അച്ഛനോട് പലവട്ടം പറയണം ഇങ്ങനെ നോണ പറഞ്ഞ് കല്യാണം നടത്തണ്ട, ഇതിനേക്കാൾ നല്ല കല്യാണം കഴിക്കാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിക്കാതിരുന്ന വിദ്യക്ക് പോലും നല്ലൊരു ജീവിതം കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിവാഹത്തിനെ പോലും സമ്മതിച്ചത്. ഓരോരോ നുണകൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പുറത്തേക്ക് വരുമെന്ന്. ആനന്ദേട്ടന്റെ കൂടെ ഓരോരോ ദിവസം ഞാൻ ജീവിക്കുമ്പോഴും എനിക്ക് ഓരോരോ സെക്കൻഡുകൾ എനിക്ക് പേടിയായിരുന്നു, എപ്പോഴാണ് ഈ നുണകളൊക്കെ പൊട്ടി താഴെ വീഴാൻ പോയെന്ന് ആലോചിച്ചിട്ട്. എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളെല്ലാവരും എല്ലാം കണ്ടുപിടിക്കുമെന്ന്. പക്ഷെ എനിക്ക് ആനന്ദേട്ടനെ ഈ വീട്ടുകാരൊക്കെ എനിക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടാണ് മീനു സത്യങ്ങളൊന്നും ഞാൻ ആർത്തും പറയാതിരുന്നത്. പറഞ്ഞിങ്ങനെ എല്ലാവരും എന്നെ വെറുക്കില്ലേ. നോക്ക്, ഞാൻ നുണ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ നുണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം സത്യ മീനു മിത്രേ, ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കളവ് പോലും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവി കരയുമ്പോൾ മീനാക്ഷി മിത്രയും പറഞ്ഞിട്ട്, ഏടത്തി ഞങ്ങളെ ഏടത്തിക്ക് ഉറപ്പ് തരാണ്, ഏടത്തി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ആരും പുറത്താക്കാൻ പോണില്ല, ഞങ്ങളുടെ ഏടത്തിയുടെ കൂടെ. എനിക്ക് മനസ്സിലായി ഏടത്തിന്റെ ഈ സാഹചര്യം, ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏടത്തെ കാണിച്ച സ്നേഹം അത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ അച്ഛനും അമ്മക്കും അത് മനസ്സിലാവില്ലെന്ന് വരുന്ന ഏടത്തി. കാരണം അറിയാലോ, അച്ഛൻ ഒറ്റക്ക് കണ്ടുപിടിച്ച ആലോചനയാണ് ഏടത്തിയുടെ ആയിട്ടുള്ള ആലോചന. അതുകൊണ്ട് അമ്മ അച്ഛനെയാണ് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നത്. ആനന്ദേട്ടന്റെ ജീവൻ തകരാൻ കാരണം അച്ഛനാണെന്ന രീതിയിലാണ് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേനെ കുറ്റപ്പെടുത്താനും പറ്റില്ലല്ലോ, അച്ഛനല്ലേ ആനന്ദേട്ടന്റെ ഒരു ഇഷ്ടം പോലും നോക്കാതെ ഏടത്തിയുടെ വിവാഹം സമ്മതിപ്പിച്ചത്. പിന്നെ ആനന്ദേട്ടനും ഏടത്തിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന സമയത്തെങ്കിലും പതുക്കെ ആനന്ദേട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഏടത്തിക്ക് ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങളത് ഇതെങ്ങനെയെങ്കിലൊക്കെ സോൾവ് ആക്കി തന്നാനായിരുന്നു. പറ്റിപ്പോയി മീനു, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണോന്ന് എന്ന് പറയുമ്പോഴേക്കും മിത്ര ചോദിക്കണ്ടേ, ഞങ്ങൾ എത്ര പ്രാവശ്യം ദേവിയെടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആനന്ദേട്ടൻ ദേവിയെടുത്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ലെന്നാ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും മിത്ര, മീനാക്ഷി എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മീനാക്ഷി, എന്നെ മിക്കവാറും ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും ആനന്ദേട്ടൻ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ, ഞാനിവിടെ വീട്ടുവേലക്കാരത്തിനെ പോലെ കഴിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടെങ്കിലും ഇരുന്നാൽ മതി, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ എടുത്തി, ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. പിന്നെ അമ്മ ഇപ്പൊ ആകെ ദേഷ്യത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ആദ്യമായിട്ട് അച്ഛനോട് ഇതുപോലെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, അച്ഛന്റെ ഷർട്ടിലൊക്കെ പിടിച്ചു വലിച്ചിട്ട് സംസാരിച്ചത്. അച്ഛനതെല്ലാം കേട്ടിരിക്കായിരുന്നു. പിന്നെ ആനന്ദേട്ടന്റെ സങ്കടം അത് അമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയല്ലേ, സഹിക്കാൻ പറ്റില്ല മോന്റെ ജീവിതം ഇങ്ങനെ തകരുമ്പോ. അതുകൊണ്ട് അമ്മ ആകെ ഇടഞ്ഞിരിക്കുക. അമ്മ എന്ത് തീരുമാനിക്കുമെന്ന് അറിയില്ല, പക്ഷെ അമ്മ എന്തൊക്കെ തീരുമാനിച്ചിട്ടും എടുത്ത് ടെൻഷൻ ആവേണ്ട, ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ട് കൂടെയുണ്ട് എന്ന് മിത്രയും മീനാക്ഷിയും നമ്മുടെ ദേവിക്ക് വാക്ക് കൊടുക്കണം. അങ്ങനെ കുറെ നേരം നമ്മുടെ ഗോമതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഗോമതി ആ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി ദേവി ഇവിടെ വേണ്ട, പക്ഷെ അവള് ഇവിടുന്ന് ഒറ്റക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. അവളെന്തെങ്കിലും കടുങ്ക ചെയ്തിങ്ങനെ അതിന്റെ പേരിൽ ദേവമംഗലംകാര് തൂങ്ങുമെന്ന് നന്നായിട്ട് ഗോമതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ശ്രീകലനെയും ഉദയഭാനുനെ വിളിച്ച് അവരുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഗോമതി കേട്ടോ. അങ്ങനെ ശ്രീകലനെയും ഉദയഭാനുനെയും വിളിക്കേണ്ട, അവരെ കള്ളം പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തുന്നത്. സത്യം പറഞ്ഞാൽ അവർ വരത്തില്ലല്ലോ. അങ്ങനെ കള്ളം പറഞ്ഞിട്ടാണ് അവരവിടെ വിളിച്ചു വരുത്തുന്നത്. അവർ രണ്ടുപേരും അവിടേക്ക് വരുന്നുണ്ട്. അവിടെ വന്നു കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ്. എല്ലാവരും മാറി മാറി അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് അവരെ. ഉദയഭാനു അപ്പോഴും തന്റെ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആനന്ദ് അവിടെ നിന്ന് വലിയൊരു ഫ്ലവേഴ്സിന്റെ വേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ആ ഉദയഭാനുടെ തലക്കിട്ട് വരെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആകാശും അതുപോലെ തന്നെ ആര്യനും കൂടി ചേർന്നിട്ടാണ് ആനന്ദിനെ തടയുന്നത് കേട്ടോ. ആകാശിനും ആര്യനും പോലും എന്ത് പറയണമെന്ന് പറ്റാത്ത അവസ്ഥ. കാരണം ദേവി കാണിച്ച സ്നേഹം സത്യമായിട്ടുള്ള സ്നേഹമാണെന്ന് എല്ലാവർക്കും അറിയാം. ദേവീനെ ആലോചിച്ചിട്ട് അവർക്ക് മാപ്പ് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ദേവി ഈ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ. അതിന്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഗോമതി പറയേണ്ടതേ, ഞങ്ങൾക്കൊന്നും കൂടുതൽ പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല. ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ഇതിൽ പെടാൻ പോണത്. അതുകൊണ്ട് കോടതിയും കാര്യങ്ങളും ഒന്നും വേണ്ടതേ, നിങ്ങളുടെ മോളെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ, ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഒരു ഡിവോഴ്സ് നോട്ടീസ് ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചോളാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും സ്ത്രീകളെ പറഞ്ഞ, ആഹാ അത് കൊള്ളാലോ, അത് നിങ്ങൾ ഒറ്റക്ക് തീരുമാനമെടുത്താൽ മതിയോ, എന്റെ മോളും കൂടി തീരുമാനം എടുക്കണ്ടേ, എന്റെ മോളെ കെട്ടിച്ചുവിട്ട വീടായത്, ഇവിടെ നിന്ന് എന്റെ മോൾ എവിടെയും പോകാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഗോമതിക്ക് ദേഷ്യം വരും കേട്ടോ.
അപ്പൊ തന്നെ ഗോമതി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വേഗം തന്നെ ഉദയഭാനും ശ്രീകലിനും ആദ്യം പടിക്ക് പുറത്താക്കാണ്. എന്നിട്ട് ദേവീനെ പിടിച്ചു വലിച്ച് റൂമിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരാട്ടോ. അപ്പൊ മീനാക്ഷിയും ഇത്രയൊക്കെ പറഞ്ഞിട്ട് വേണ്ടമ്മേ വെറുതെ ഇരിക്കുക, അതൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. പക്ഷെ ഗോമതി ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ അപ്പുറത്ത് കൃഷ്ണമംഗലംകാരൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ അവർക്ക് ഇങ്ങനെ നോക്കുമ്പോ അവിടെ എന്തോ വലിയ വഴക്ക് നടക്കാണ്. ദേവീനെ പിടിച്ച് തള്ളണുണ്ടല്ലോ, മിക്കവാറും ദേവി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് നമ്മുടെ അച്യുതനും അതുപോലെ രാജശ്രീയും കൂടി കിട്ടും. അവിടെ പടക്കം പൊട്ടാൻ തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ദേവീനെ അടിച്ച് പുറത്താക്കിയിട്ട് വാതിലിൽ ഓക്കെയാണ് ഗോമതി. കുറെ നേരം ദേവി അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഗോമതി ആരും വാതിൽ തുറക്കുന്നില്ല കേട്ടോ. മീനാക്ഷി മിത്രയൊക്കെ ഗോമതി അടുത്ത് പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഗോമതി അതൊന്നും കേൾക്കുന്നേ ഇല്ല. അവസാനം ഉദയഭാനും ശ്രീകലയും പറഞ്ഞു, മോളെ വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. എവിടേക്ക് പോകുന്നു? നിങ്ങൾ എന്റെ ജീവിതം തൊലച്ചത്, ഇനി നിങ്ങൾ എവിടേക്ക് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്? ഞാൻ എവിടേക്ക് വരില്ല, ഇവിടെ ഇരുന്ന് ചത്താലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയണം. ഉദയഭാനും ശ്രീകലൻ കുറെ വിളിക്കണം, മോളെ നീ വരാൻ നോക്ക, അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കണേ നല്ലത്. കാരണം നീ ഇവിടെ കിടന്ന് മഴയും വെയിലൊക്കെ കൊണ്ട് കിടക്കുമ്പോഴേക്കും അവർക്ക് വിഷമം തോന്നി ചിലപ്പോൾ അവരകത്ത് വിളിച്ചാലോ, നാണുമില്ല നിങ്ങൾക്ക്, നിങ്ങളൊരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞ ദേവി നമ്മുടെ ശ്രീകലനെ ആട്ടി ഓടിക്കുന്നു കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അച്യുതനും രാജശ്രീക്ക് സന്തോഷം വരുവാണ്. ഈ ബഹളം എല്ലാം കേട്ട് അലോകും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അലോകും ഇങ്ങനെ നോക്കുമ്പോൾ ദേവി ഇങ്ങനെ പുറത്തിരുന്ന് കരയണതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സമയം ഒരുപാട് രാത്രിയാവാണ്. ശ്രീകലയും ഉദയഭാനും തിരിച്ച് അവരെ വീട്ടിലേക്ക് പോകണ്ട. ദേവി മാത്രമേ ഉമ്മറത്തുള്ളൂ കേട്ടോ. ദേവി ഉമ്മറത്തുള്ളത് കൊണ്ട് തന്നെ ആരും വാതിലൊന്നും തുറക്കുന്നില്ല. ആരും പണിക്കും പോണ്ട ഒന്നും പോണ്ട. ആ ദേവി എന്ന് പറഞ്ഞ സാധനം ഇവിടുന്ന് പോയിട്ട് വാതിൽ തുറക്കുള്ളൂ എന്നിട്ട് ഗോമതി വാതിൽ ലോക്ക് ഇട്ടിരിക്കുകയാണ് അകത്തുനിന്ന്. ആർക്കും തുറക്കാൻ പോലും ഇത് ഗോമതി സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറെ നേരം ദേവി നിന്ന് കഴിയുമ്പോഴേക്കും അവിടെ അപ്പുറത്തുള്ളവരൊക്കെ ഇനി ഇടക്കിടക്ക് നോക്കണ്ടാവും. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും ദേവിനെ സഹായിക്കാൻ വേണ്ടി വരുന്നില്ല. അപ്പൊ അലോകിന് കുറച്ച് വിഷമമുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, അലോക് കാരണമാണല്ലോ ദേവിയുടെ കുഞ്ഞിനെ വരെ നഷ്ടമായത്. അതിന്റെ പേരിൽ ആ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അലോകിനെ നന്നായിട്ട് അറിയാം. അപ്പൊ അലോക് വിചാരിക്കുകയാണ് അവരുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം താനായിരുന്നു. തനിക്ക് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ സമയത്താണ് ചെയ്യേണ്ടത്. അതെ, താന് എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഏടത്തിയാണത്, തന്റെ ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ തന്റെ ഏടത്തി തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ സഹായിക്കാണ് വേണ്ടത്. എന്ത് പ്രശ്നമാണെങ്കിലും അവരുടെ കൂടെ നിന്ന് മാക്സിമം സഹായിക്കാൻ വേണ്ടി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോക് ദേവിന്റെ അടുത്ത് ചോദിക്കേണ്ട അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഞാൻ വന്ന് സംസാരിക്കണം ചോദിക്കുമ്പോൾ ദേവിക്ക് അലോകിനോട് ഭയങ്കര ദേഷ്യം കേട്ടോ. കാരണം തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയ ആളാണല്ലോ. അലോകിനെ കണ്ടിട്ട് ഭയങ്കര കടിച്ചു കയറാനുള്ള ദേഷ്യമാണ് ദേവിക്ക്. ദേവി പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ അലോക് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോ ആ അർത്ഥത്തിലല്ല ചോദിക്കണത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണോ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ദേവി അതൊന്നും മറുപടി കൊടുക്കുന്നില്ല. പക്ഷെ അലോകിന് ദേവിനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ദേവി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഗോമതിന്റെയും ബാലിന്റെയും മനസ്സ് മാറില്ല. പിന്നെ ആനന്ദിന്റെ മനസ്സ്, ബാക്കി എല്ലാവരുടെ മനസ്സ് മാറുകയും ദേവി എടുത്ത് കുറച്ച് അലിവ് കാണിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ബാക്കി ആരും അതൊന്നും കേൾക്കുകയോ കാണോ ഒന്നും ചെയ്യില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.